പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ചിലപ്പോഴും ഈ പറയുന്നത് എനിക്ക് തോന്നണതാണ്. ഇപ്പം 100 പേര് ഇത് കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നത്. 98 പേർക്കും മനസ്സിലാകും ഇത് പ്രാക്ടിക്കലല്ലെന്ന്. അതാണ് എൻ്റെ ഒരു സന്തോഷം. കാരണം ഇത് പ്രാക്ടിക്കലല്ല. ദാറ്റ് മീൻസ് 98 പേര് നിത്യതയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് ചത്തി പിരിഞ്ഞു പോകാം, ഇഷ്ടമുള്ള കാണിക്കുക, ഇവിടെ ഒരു പ്രശ്നമില്ല. കാരണം ക്രിസ്തുവിൻ്റെ വില, നിത്യതയുടെ വിലയെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. അത് നിങ്ങൾ ഇങ്ങനെ ചുമ്മാ യേശുവെ സ്വസ്ത്രം യേശുവെ സൂത്രം എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങളുടെ നിക്ഷേപം. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ലൂക്ക 12:34. വായിച്ചോളൂ. നിന്റെ നിക്ഷേപം എവിടെയോ, പറഞ്ഞേ, നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. അപ്പം അർത്ഥം എന്താണ്? നിങ്ങളുടെ നിക്ഷേപം എവിടെ ആയിരിക്കണമെന്നാണ് ഈശോ ഉദ്ദേശിക്കുന്നത്? ആ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കാൻ പറ്റുന്നുണ്ട്. അതെങ്ങനെ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കണത്? എന്ത് തീരുമാനിച്ചാലും എന്ത് ചെയ്താലും അതിനകത്തൊരു കണ്ടൻറ്റ് സ്വർഗത്തിൻ്റെതായിരിക്കണം. സ്വർഗത്തെ മുൻനിർത്തിക്കൊണ്ട്, എന്നുവെച്ചാൽ സ്വർഗം എന്തുകൊണ്ട് എന്താ ഉദ്ദേശിക്കണത്? നിത്യതയെ മുൻനിർത്തിക്കൊണ്ടാണ്. ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നതും പേഷ്യൻ്റ് കാണിക്കണതും എന്താ കാര്യം? ഈ നിത്യത എന്നുള്ള കണ്ടൻറ്റ് ഉള്ളത് കൊണ്ടാണ്. കാര്യം അമ്മയെ ഞാൻ നേരെ കണ്ടതല്ലേ, ഞാനത് പറഞ്ഞില്ലെങ്കിൽ പറയാതെ അങ്ങോട്ട് ചെന്നിട്ട് കാര്യമില്ലേ? അതാണ് പ്രശ്നം. നിങ്ങളാരും വിശ്വസിച്ചില്ലെങ്കിലും എല്ലാവരും ഇറങ്ങിപ്പോയാലും എനിക്കിത് പറയേണ്ടി വരും. കാര്യം എന്താണ്? നിത്യതയെന്ന് പറഞ്ഞ സംഭവം അമ്മയെ ഞാൻ നേരെ തന്നെ കണ്ണേ കണ്ടതാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞിട്ട് ആൾക്കാരെ മുഴുവൻ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട്. എല്ലാവരും വന്നിരിക്കണം. IELTS പാസ്സാകാനും വസ്തു വിൽക്കാനും കല്യാണം നടത്താനും കുഞ്ഞുങ്ങൾ ജനിക്കാനും ഒക്കെ എല്ലാവർക്കും ദൈവം അതെല്ലാം കൊടുക്കുന്നുണ്ട്. അത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. പക്ഷേ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തു പ്രത്യാശ അർപ്പിച്ചെങ്കിൽ. 1 കൊരിന്തോസ് 15:19. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം, പറഞ്ഞേ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യരാണ്. അതാ പ്രശ്നം. എന്തൊരു ക്ലിയർ ആണ് വേട്. 1 കൊരിന്തോസ് 15:19 എന്താ പറയണത്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ്. പറഞ്ഞേ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളതെങ്കിൽ മറ്റെല്ലാ മനുഷ്യരെക്കാളും നിങ്ങൾ ഹതഭാഗ്യരാണ്. സംഭവം. അപ്പൊ യേശുക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിക്കുന്നത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, ഈ ജീവിതത്തിന് വേണ്ടിയാണെന്നല്ല, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെച്ചാൽ ഈ ജീവിതത്തിനുള്ളതും കർത്താവ് ക്രമീകരിക്കും, വരാൻ പോകുന്ന ജീവിതത്തിനുള്ളതും കർത്താവ് ക്രമീകരിക്കും. കാരണം എന്താണ്? ക്രിസ്തു എല്ലാമാണ്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. 3:11. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. കൊളോസസ് 3:11. ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. എന്ന് പറഞ്ഞേ, ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. നിങ്ങളിതൊക്കെ പഠിച്ചിരിക്കുകയാണ് ഇപ്പോഴേ. രസവാ. അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ താഴെ വിശ്വാസം ഇല്ലാത്തവർ കൊണ്ടുവന്ന് കുറേ കമൻറ്റുകൾ ഇടും. ആൾക്കാരെന്താ ചെയ്യണത്? ആൾക്കാർ ഉടനെ തന്നെ ഉടമ്പടിയുടെ വചനങ്ങൾ, അവർക്കറിയാവുന്ന വചനങ്ങൾ കോട്ട് ചെയ്തിട്ട് അതിനെ റിഫ്യൂട്ട് ചെയ്ത് കളയും. കാര്യം ഇപ്പം ജനങ്ങൾക്ക് വചനങ്ങൾ അറിയാം, ജനങ്ങൾക്ക് ആത്മീയ ജീവിതം അറിയാം. പിന്നെ ഞാൻ എന്താ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ക്രിസ്തുവിന് എപ്പോഴും ഒരു മനസ്സുണ്ടേ. എന്നുവെച്ചാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കണം. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എൻ്റെ മക്കളെ, കണ്ടന്റ് ഓഫ് ഹെവൻ, സ്വർഗത്തിൻ്റെ ഒരു കണം. നമ്മൾ ദൈവക്കണമെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയത്തില്ലേ?
അതുപോലൊരു ദൈവകണം, ഒരു ഡിവൈൻ മോളിക്യൂൾ നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ചെയ്തികളുടെയും സംസാരങ്ങളുടെയും ഉള്ളിൽ ഒരു ദൈവകണം ഉണ്ടാകും. ദൈവകണം ഉണ്ടാകണം എന്നുവെച്ചാൽ അത് സ്വർഗത്തിൻ്റെ കണമായിരിക്കണം. സ്വർഗത്തിൻ്റെ കണിക എന്താണത്? എന്നെയും നിന്നെയും നിത്യതയോട് അടുപ്പിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ നിറവേറ്റമായിരിക്കണം നമ്മുടെ ജീവിതം. കൈയടിച്ച് കർത്താവോട് ഞങ്ങൾ വാക്കാലും പ്രവൃത്തിയാലും എന്ത് ചെയ്താലും നിന്റെ നാമത്തെ ആരാധനയിലൂടെ ഞങ്ങളെ പ്രത്യേകം അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതൊരു നിക്ഷേപമാണ്. നിന്റെ ജീവിതത്തിലെ സംസാരങ്ങളിലെ ചെയ്തികളിലെ തീരുമാനങ്ങളിലെ വചനത്തിൻ്റെ നിത്യതയുടെ ഒരു കണമുണ്ടെങ്കിൽ അതൊരു നിക്ഷേപമാണ്, സ്വർഗത്തിലുള്ള നിക്ഷേപമാണ്. പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ നാമത്തിലെ ഞാൻ ജീവിക്കുമ്പോഴേ എന്റെ വർത്തമാനങ്ങള്, ചെയ്തികള്, സംസാരങ്ങള് ഈശോയെ അവിടെ എല്ലാം സ്വർഗത്തിന്റെ ഒരു കണമുണ്ടാകാം, ദൈവകണമുണ്ടാകാം. എന്നെ നിത്യതയോട് അടുപ്പിക്കുവാൻ എന്നെ പ്രത്യേകമായി അങ്ങ് താങ്ങി ഒരുക്കണമേ, എന്നെ സംരക്ഷിക്കണമേ. ഞങ്ങളെല്ലാ പ്രവൃത്തികളും ദൈവ മഹത്വത്തിനായി ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല ജീവിതത്തിൽ. നിങ്ങൾ നീതിമാനാകാം, നീതിമതിയാകാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലാത്തൊരു പങ്കുവെക്കേണ്ട ശീലമുള്ള ആളാകാം, ഒരാളുടെ കൈ ഒഴുകി അല്ലെങ്കിൽ അവരെ സഹായിക്കാനുള്ള മനസ്സുള്ളവളാകാം. പക്ഷെ നിനക്ക് സംഭവിക്കുന്നതെല്ലാം അവർക്ക് സംഭവിക്കുന്നതിനേക്കാളും മോശമായിട്ട് ജീവിതം ഉണ്ടാകും. അപ്പോൾ നീ വിശ്വാസത്തിൽ നിന്ന് തള്ളി മാറ്റപ്പെടും. വിശ്വാസം നിനക്ക് ഒറ്റക്ക് സംരക്ഷിക്കാൻ പറ്റത്തില്ല. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അതായത് നമ്മൾ നല്ല വ്യക്തിയാകാം, സഹായിക്കുന്നയാളാകാം, മറ്റുള്ളവർക്ക് ഇല്ലായ്മയിൽ കണ്ട് കൈകറിഞ്ഞ് സഹായിക്കുന്നവരാകാം, നല്ല സ്വഭാവമുള്ളവരാകാം. പക്ഷെ നീ എത്ര നല്ല വ്യക്തിയായാലും നിനക്കറിയാവില്ലേ, സ്വർഗത്തിൻ്റെ ഒരു സൂക്കേട് ക്രിസ്തുവിന് പോലും ഒഴിവ് കഴിവില്ലാഞ്ഞ ഒരു സൂക്കേടാണ്. എന്ന് വെച്ചാൽ നിനക്കുടനെ അടുത്ത പാഠം തരും. ഇപ്പം ചില സ്പോർട്സ് പഠിപ്പിക്കുന്ന അധ്യാപകർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലേ, അവരെല്ലാം നമ്മൾ സ്പോർട്സൊക്കെ പഠിപ്പിക്കണം സാർമാർ. അപ്പം നമ്മൾ ഹൈ ജമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ നമ്മളൊരു 10-12 കുട്ടികളുണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ 48 പോയിൻ്റ് നമ്മൾ ചാടി. അപ്പോൾ 48-ൽ 6 പേര് ചാടി. അപ്പോൾ 6 പേര് പുറത്തായി. 6 പേര് 48-ൽ ചാടി, 48 പോയിൻ്റ് ചാടി മുകളിൽ. പിന്നെ വീണ്ടും ഓപ്ഷൻ, പിന്നെ നമുക്ക് ഒരു അവസരം തരികയാണ്. നമ്മൾ വീണ്ടും ചാടുമ്പോഴുണ്ട് 52-ലെത്തി. 52-ലെത്തിയപ്പോൾ നമ്മുടെ കൂടെ നിന്ന് 5 പേരും പോയി. അപ്പം നമ്മൾ ജയിച്ചല്ല. പക്ഷേ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാർ പറയും ജയിച്ചിട്ടില്ലെന്ന് പറയും. ജില്ലയിലെ റെക്കോർഡ് ഇതല്ല എന്ന് പറയും, 56 പറയും. അപ്പോൾ നീ സന്ധ്യ വരെ ഒന്ന് ചാടാൻ പറയും. എപ്പോഴാണ് നീ 56-ൽ എത്തണത് അതുവരെ എഡ്യൂക്കേഷൻ സാർ നമ്മുടെ കൂടെ നിൽക്കും. നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാകത്തുള്ളൂ. ഈ ഒറ്റയ്ക്ക് എത്തണ സ്ഥലങ്ങളില്ലേ മക്കളെ, അതാണ് ഫൈനൽ എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് എത്തണ സ്ഥലങ്ങൾ, അവിടെ നീ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മളെ പൊട്ട മൊണ്ണെ എന്തൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ അന്നേ പറഞ്ഞല്ലേടാ അത്തേ നീ ചെയ്തിട്ട്. അപ്പം നീ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തി ഓരോ കാൻഡിഡേറ്റുകൾ പോയി അവസാനം നമ്മൾ ഒറ്റക്കാകും.
സ്വന്തം ഭാര്യയും പറയും ഇഡിയറ്റ് എന്ന് പറയും. ജോബിനെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് വൈഫ്. അപ്പോൾ ഓരോരുത്തർ പറയും, മക്കളും പറയും പപ്പക്ക് ബോധമില്ല, പപ്പ ഈ ലോകത്തല്ല ജീവിക്കണത്, പപ്പ ഈ കാലത്തല്ല ജീവിക്കണത്. അതെ, നമ്മൾ ഈ കാലത്തല്ല ജീവിക്കണത്, കാലാതീതമായ കർത്താവിൻ്റെ കൂടെയാണ്. കൈ ഇടിച്ച് കർത്താവ് ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ക്രിസ്തുവിൻ്റെ പേരിൽ ക്രിസ്തുവിന് വേണ്ടി ഒറ്റക്ക് നിർത്തപ്പെടുന്ന ഒരു മുഹൂർത്തമെങ്കിലും ഒരു മാസം നിനക്ക് കിട്ടിയാൽ നീ രക്ഷപ്പെടും. ദാറ്റ് ഈസ് യുവർ ടോക്കൺ. അതാണ് നിൻ്റെ ടോക്കൺ. നിത്യത്തിൽ ഇതെല്ലാം എണ്ണിയെടുക്കും. എത്ര കാലം ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിൻ്റെ പേരിൽ മറ്റെല്ലാവരും വിട്ടും പോകുമ്പോൾ കർത്താവ് ചോദിക്കേണ്ട ചോദ്യമുണ്ട്. വിട്ടും പോകുന്ന അവസരം ഉണ്ടാകും. അപ്പോസ്തലന്മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് ചോദിച്ച ചോദ്യമാണ് എന്താണ്? 6:67. യോഹന്നാൻ 6:67. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 6:67. യേശു 12 പേരോടുമായി ചോദിച്ചു. യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? എന്തുകൊണ്ടാണ് അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നത് ചോദിച്ചത്? യോഹന്നാൻ 6:66. അതെ. ഇതിനുശേഷം അവന്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും അവന്റെ കൂടെ നടന്നില്ല. അപ്പോൾ ഓരോ ഇൻസിഡന്റ് സംഭവിക്കുമ്പോഴും ഇങ്ങനെ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഹൈ ജമ്പ് ചെയ്യുമ്പോൾ ചാട്ടം ആയാസം എടുത്തിട്ട് വരുമ്പോൾ സമയത്ത് മുഴുവനും ഓരോരുത്തർ വിട്ടുപോകുന്ന. അതായത് വിട്ടുപോകും. നിങ്ങളെ ഇപ്പോൾ സിസ്റ്റേഴ്സ് തന്നെ നോക്കുന്നുണ്ടിരുന്നുണ്ട്, നിങ്ങളെ കുടുംബജീവിതക്കാർ നോക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെ ജീവിതവും ഞങ്ങളുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. ക്രിസ്തുവിൻ്റെ കൂടെ നിന്നാൽ നിത്യത ഒരു വിഷയമായത് കാരണം വിട്ടുപോകൽ ഒരു പ്രതിഭാസമാണ് ഇതിൻ്റെ അകത്ത്. അത് ഓരോരുത്തരായിട്ട് വിട്ടുപോകും. ഇപ്പോൾ ഭാര്യയും ഭർത്താവും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കും. കർത്താവ് എന്താ പറഞ്ഞത്? ഒരാൾ സ്വീകൃത, അവരെ തിരസ്കൃത. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.